അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇവിടുന്ന് റിപ്പോർട്ട് പോകണമല്ലോ നമ്മുടെ മെഡിക്കലിൽ പോകണമെങ്കിൽ ഈ റിപ്പോർട്ട് ഡോക്ടറെ അടുത്ത് കയറുമ്പോൾ ഡോക്ടർ വന്ന് അയ്യോ പേഷ്യന്റ് മാറിപ്പോയി. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് ഇവർ ഈ ഗുളിക മൊത്തം ഈ ഷോപ്പ് വന്ന് പേഷ്യന്റുള്ള ഗുളിക മൊത്തം അച്ഛൻ കൊടുത്തു കഴിഞ്ഞു. പുനലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ശ്വാസമുട്ടലിന് ചികിത്സ തേടിയെത്തിയ വൃദ്ധൻ മരിച്ചത് മരുന്ന് മാറി നൽകിയതിനെ തുടർന്നെന്ന പരാതി. ഷോക്ക് വന്ന അതേ ആനന്ദ് എന്ന് പറഞ്ഞ ആൾ, അത് സ്ത്രീയാണ്. അവിടെ ആനന്ദനല്ല, ആനന്ദൻ എന്നുള്ള വേറൊരു പേരാണ് ആനന്ദ്. അവർ സ്ത്രീയാണ്. അവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഇവര് എന്റെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് കൊണ്ടുപോകണം, സ്റ്റോക്ക് വന്ന് പെട്ടെന്ന് അവര് വീട്ടിൽ ആംബുലൻസ് വിളിച്ചിട്ട് എനിക്ക്. അപ്പൊ എന്റെ വിചാരം മൊത്തം കാലില് പഴുത്ത് കൊണ്ട് നരമ്പ് വരും പഴുത്ത് കയറി ബ്ലോക്ക് ആയിക്കണം, അതുകൊണ്ടായിരിക്കും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്. അന്നേരം ഞാൻ എടുത്തു പോയി അവർ പറഞ്ഞു ഇല്ല പെട്ടെന്ന് കൊണ്ടുപോയി സംസാരിക്കാൻ. എനിക്ക് ഫോൺ ചെയ്യാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇവിടുന്ന് റിപ്പോർട്ട് പോകണമല്ലോ നമ്മുടെ മെഡിക്കലിൽ പോകണമെങ്കിൽ ഈ റിപ്പോർട്ട് ഡോക്ടറെ അടുത്ത് കയറുമ്പോൾ ഡോക്ടർ വന്ന് അയ്യോ പേഷ്യന്റ് മാറിപ്പോയി. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് ഇവർ ഈ ഗുളിക മൊത്തം ഈ ഷോപ്പ് വന്ന് പേഷ്യന്റുള്ള ഗുളിക മൊത്തം അച്ഛൻ കൊടുത്തു കഴിഞ്ഞു. ആനപ്പേട്ട കൊങ്കലിൽ നിന്ന് ഇടമൺ ഉദയഗിരി സിന്ധു ഭവനിൽ താമസക്കാരനായ ആനന്ദനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:30 സംഭവം. ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കെത്തിയ ചെമ്പനരുവി സ്വദേശിനിക്ക് നൽകേണ്ട ഗുളികകൾ ആനന്ദന് നൽകിയതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന് ആരോപിച്ച് മകൻ പരാതി നൽകിയതായി പുനലൂർ പോലീസ് അറിയിച്ചു. നടന്നു വന്നേ അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിവരെയൊക്കെ കുഴപ്പമില്ല. നടന്ന് പിന്നെ മേളിൽ പോയത്. അവിടെ ചെന്നിപ്പം ശ്വാസം മുട്ടൽ കൂടി കൈയൊക്കെ മൊത്തം കറുത്തു. അപ്പൊ അവര് പറഞ്ഞത് ആ ഗുളിക കൊടുത്താൽ കുഴപ്പമില്ലായിരുന്നു, വേണം ഞാൻ 20 എണ്ണം കഴിച്ചു കാണിക്കാം. ഓക്കെ, അവർ 20 എണ്ണം കഴിച്ചു കാണിക്കുക. അവർക്ക് കുഴപ്പമില്ല. അത് ശ്വാസം മുട്ടൽ പല അസുഖങ്ങളുള്ള 20 ഗുളിക ഒരുമിച്ച് കൊടുക്കും. അല്ല, അവർ 12 എണ്ണം ഒരു ദിവസം 12 എണ്ണം കൊടുക്കും. 12 ഗുളിക ഒരുമിച്ച് കൊടുക്കും. ഷോക്ക് വന്ന പേഷ്യന്റിന് കൊടുക്കാനുള്ള ഗുളിക 12 എണ്ണം ഒരുമിച്ച് കയ്യിൽ കൊടുക്കും. അത് അച്ഛൻ കഴിക്കുകയും ചെയ്തു. അച്ഛൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റിപ്പോർട്ട് മേടിച്ച് അകത്ത് കയറുന്നത്. അന്നേരം പറഞ്ഞത് അയ്യോ പേഷ്യന്റ് മാറിപ്പോയി. അതിനിപ്പോൾ ഗുളിക കൊടുത്തു കഴിഞ്ഞു. ഈ സിസ്റ്റർമാരാണോ കൊടുത്തത്? അത് സിസ്റ്റർ കൊണ്ട് ഡോക്ടർ ഉണ്ടായിരുന്നു, ലേഡി ഡോക്ടർ. ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു ഈ സമയത്ത്? ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഇരുന്ന ഡോക്ടർ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ഇരുന്ന 2 ഡോക്ടർ. ഈ സിസ്റ്റർക്ക് മാറിപ്പോയതാണോ ഡോക്ടർക്ക് മാറിപ്പോയതാണോ? ഡോക്ടറാണ് പറയുന്നത്. കൊടുക്കാനും പെട്ടെന്ന് മെഡിക്കൽ കൊണ്ടുപോകാനും ഡോക്ടറാണ് എന്നോട് പറയുന്നത്. ആ ഡോക്ടർ പേര് ശ്രദ്ധിച്ചിരുന്നോ? ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. സംഭവം പറഞ്ഞാൽ ഈ അച്ഛനെ നോക്കിയപ്പം ആ ഡോക്ടർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് മേലോട്ട് കയറി. അപ്പം അതിനകത്തിരുന്ന ലേഡിയാണ്. അവിടുന്ന് മറ്റേ ഈ ലാബിൽ നിന്ന് വേറെ ആനന്ദ് വിളിക്കുന്ന പറഞ്ഞാൽ അവർക്ക് സ്റ്റോക്ക് ആയിട്ട് കോൾ വന്ന് പെട്ടെന്ന് മെഡിക്കലിൽ വിടാം. ഇവര് വന്ന് നോക്കുമ്പോൾ ആനന്ദിനെ വിളിക്കുന്ന ഈ ആനന്ദിനെ വാരികൾ കൊടുത്തു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ഹൃദയ തകരാറിന് പുറമെ രക്തപരിശോധനയിലും സ്കാനിങ്ങിലും ആനന്ദിന് തകരാർ കണ്ടെത്തിയിരുന്നുവെന്നും സൂപ്രണ്ട് പറഞ്ഞു. പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക.